ടാറ്റ Curvv അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വാഹനം. ഇനിയിപ്പോൾ ടാറ്റയെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു EV ജനറേഷനെ പറ്റിയോ ഒന്നും പറയാനില്ല. കാരണം ഇതൊരു കംപ്ലീറ്റ്ലി ന്യൂ വാഹനമായിട്ട് തന്നെയാണ് വരുന്നത്. Curvv ഇതിൻ്റെ ഒരു സ്റ്റൈലിംഗ് ആണ് അല്ലെങ്കിൽ ഡിസൈൻ ആണ് ആദ്യമേ തന്നെ പറയേണ്ടത്. ഇതിൻ്റെ ഡിസൈനിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ എന്തുകൊണ്ട് ഈ ഒരു ഡിസൈനെ പറ്റി ആലോചിച്ചു, അല്ലെങ്കിൽ നോർമലി അല്ലെങ്കിൽ ടാറ്റ ചിന്തിക്കാത്തത് പോലെ അല്ലെങ്കിൽ ഇതുവരെ ഒരു മാനുഫാക്ചറും ഈ ഒരു സെഗ്മെൻറ്റിൽ ചിന്തിക്കാത്തൊരു ഡിസൈനിലാണ് Curvv വന്നിരിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ആവശ്യത്തിൽ കൂടുതൽ SUVകൾ അല്ലെങ്കിൽ ഒരു SUV സ്റ്റൈലിങ്ങിൽ വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. EV സെഗ്മെൻറ്റിലാണെങ്കിലും ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഡിസൈൻ, ഒരു SUV കൂപ്പേ ഡിസൈനിൽ ആണ് Curvv കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു കൂപ്പേ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് BMW അല്ലെങ്കിൽ മെർക്കിലൊക്കെയാണ് ഒരു കൂപ്പേ ഡിസൈൻ വരുന്നുള്ളൂ. ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നില്ല. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ആണ് Curvv കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഇവരുടെ ഒരു സെയിൽസ് പിച്ചിങ്. അതാണ് Curvv ഡിഫറെൻ്റ് ആക്കുന്നത്. സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു SUV കൂപ്പേ ലൈക്ക് ഡിസൈൻ ആണെങ്കിലും എക്സ്റ്റീരിയറിൽ നമുക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ സെഗ്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം ഇതിന് ഒരു ഇലക്ട്രിക് കാറിൻ്റെ തന്നെ പ്ലാറ്റ്ഫോം, അതായത് പഞ്ചിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന Activ.ev എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലുമാണ് ഇപ്പോൾ Curvv വരുന്നത്. ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ലെങ്ത് DRL നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൽ തന്നെ ഫുൾ ലെങ്ത്തിലുള്ള ഒരു ലൈറ്റ് LED ലൈറ്റ് നമുക്ക് കാണാം. ഇത് നമ്മൾ ടാറ്റയുടെ പുതിയ വാഹനങ്ങളെല്ലാം ഹാരിയർ മുതൽ സഫാരി മുതൽ പഞ്ച്, നെക്സോൺ ഇതിലെല്ലാം നമ്മൾ കാണുന്നതാണ് ഈ ഒരു ഫുൾ ലെങ്ത് DRL. പക്ഷേ ഈ ഒരു സ്ലോട്ട് അല്ലെങ്കിൽ ചാർജിങ്ങിൻ്റെ ഈ പോർട്ട് ഓപ്പൺ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നത് ഫ്രണ്ടിൽ നിന്നാണ്. അത് നമ്മൾ പഞ്ചിലാണ് കണ്ടിരിക്കുന്നത്. നെക്സോണിൽ ബാക്കിലാണ് വന്നിരിക്കുന്നത്. സോ അതുപോലെ തന്നെയാണ് പഞ്ചിൽ പോലെ തന്നെ ഇതിനകത്തും വന്നിട്ടുണ്ട്. പഞ്ചിലും Activ.ev തന്നെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്. സോ അത് ഓപ്പൺ ചെയ്യാനായിട്ട് അകത്ത് ഒരു ഡാഷ്ബോർഡിൽ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. പക്ഷേ അത് എടുത്തു പറയേണ്ട കാര്യം, ഈ ഓപ്പൺ ആയിരിക്കുന്ന ഈ ഒരു കവറ് നമ്മൾ ക്ലോസ് ചെയ്യാൻ മറന്നുപോയാൽ അത് നോർമലി ഉണ്ടാകുന്നതാണ്. ഒരു ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന എന്നോട് തന്നെ അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിക്കവാറും നമ്മൾ മറന്നു പോകും. കാരണം ചാർജ് ഊരി കഴിഞ്ഞിട്ട് നമ്മൾ ആ വഴി തന്നെ വണ്ടി കയറി പോകും. അങ്ങനെയാണെങ്കിൽ വാഹനം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസും ആവും. സോ അങ്ങനെയുള്ള പുതിയ കുറച്ച് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ഫുൾ LED ഹെഡ് ലാമ്പും അതുപോലെ താഴെ ഒരു ഫോഗ് ലാമ്പും ഒരു കോർണറിംഗ് ലാമ്പും ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമുക്കൊരു എയർ കർട്ടൻ, നമുക്ക് കുറച്ചും കൂടെ എയറോഡൈനാമിക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എയർ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. എയർ ഇൻടേക്കിൻ്റെ ഗ്രില്ല് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാം. ഇത് ഈ ഒരു സ്റ്റൈലിംഗ്, ഈ ഒരു ഡിസൈൻ കാര്യങ്ങളെല്ലാം നമ്മൾ സഫാരിയിലും എല്ലാം കണ്ടിരിക്കുന്ന ആ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. സോ ഓവറോൾ നോക്കുമ്പോൾ നമ്മൾ ടാറ്റയുടെ പുതിയ വാഹനങ്ങളിൽ കാണുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സിഗ്നൽ ലൈറ്റ് വന്നൊരു സീക്വൻഷ്യൽ സിഗ്നൽ ലൈറ്റാണ് വരുന്നത്. അത് ഈ DRL ഫുൾ ലെങ്ത് DRL ഈ കോർണറിൽ 2 കോർണറിലായിട്ട് നമുക്ക് സിഗ്നൽ ലൈറ്റും കിട്ടുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഫ്രണ്ട്. സൈഡിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് പുതിയ സെഗ്മെൻറ്റിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു SUVകളിലൊന്നും ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സെഗ്മെൻറ്റുകളിലെ വാഹനങ്ങളിലൊന്നും നമ്മൾ കാണാത്ത കുറച്ച് ഫീച്ചേഴ്സോ അല്ലെങ്കിൽ എക്സ്റ്റീരിയറിൻ്റെ ഒരു ഭംഗിയും വന്നിരിക്കുന്ന ഡിസൈനിൽ. ഒന്ന് അതിൻ്റെ SUV കൂപ്പേ ഡിസൈനാണ്. പിന്നെ വന്നിരിക്കുന്നതിൻ്റെ ഡോർ ഹാൻഡിലാണ്, ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് ഇപ്പോൾ ടാറ്റ Curvv നൽകിയിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇലുമിനേഷൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റാതിരിക്കരുത് എന്നുള്ള രീതിയിലായിരിക്കും അത് കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിൽ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു ORVയും ഉണ്ട്. റൂഫും ഡ്യുവൽ കളറാണ് വന്നിരിക്കുന്നത്, ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വീൽ ആർച്ച് വരുന്ന ഒരു സ്ക്വയർഡ് അപ്പ് വീൽ ആർച്ചാണ് വരുന്നത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു SUV സ്റ്റൈലിംഗ് കൊടുക്കാനായിട്ട് പറ്റുന്ന ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു സ്ക്വയർഡ് അപ്പ് വീൽ ആർച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ടയർ വരുന്നത് 18 ഇഞ്ച് അല്ലെങ്കിൽ 18 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. അതുപോലെ എയറോഡൈനാമിക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അലോയ്സും നൽകിയിട്ടുണ്ട് Curvv. സോ അതാണ് എൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഇനി പറയേണ്ടത് ഇതിൻ്റെ കളേഴ്സാണ്. ഒരുപാട് കളേഴ്സിൽ ഇപ്പോൾ Curvv വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഉള്ളതിൽ ഇപ്പോൾ ഡ്രൈവിന് ഞങ്ങൾക്ക് കിട്ടിയ വാഹനങ്ങളിലുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഈ നാഡോ ഗ്രേ കളറാണ്. അതൊരു ഗ്രേ കളറാണ്, ലൈറ്റ് ഗ്രേ കളറാണ്. ഇത് ടോപ്പ് എൻഡ് വാഹനങ്ങളിലെല്ലാം കണ്ടിരുന്ന ഗ്രേ കളറാണ്. ഇത് ഹാരിയറിലും വരുന്നുണ്ട്. ഹാരിയറിലും പക്ഷേ നെക്സോണിൽ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കളർ നെക്സോണിൽ എനിക്ക് തോന്നുന്നു ഡിസ്കണ്ടിന്യൂ ചെയ്തു.
പക്ഷേ ഇപ്പോൾ curve.ev ഈ കളർ കിട്ടുന്നത് ബ്യൂട്ടിഫുൾ കളർ. സോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റൂഫ് ലൈൻ ഡിസൈൻ ഇതൊരു സ്ലോപ്പിംഗ് റൂഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കൂപ്പേ ലൈക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ സ്ലോപ്പിംഗ് റൂഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ നോക്കാം. റിയറിലേക്ക് വരുമ്പോഴാണ് ആ ഡിസൈനിൻ്റെ ഒരു ഭംഗി ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ടും സൈഡും ഒക്കെ റിയലി കൊള്ളാം. ഫ്രണ്ടൊക്കെ നമ്മൾ ശരിക്കും ടാറ്റയുടെ വാനിൽ കണ്ട് പരിചയിച്ച ആ ഒരു ഡിസൈൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഡിസൈൻ ആയതുകൊണ്ട് നമുക്കൊരു കണ്ട് പരിചയമുള്ളൊരു ഫീല് വരും. ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻസേഴ്സും അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ പോലെ ആ ഒരു ബ്ലാക്ക് കളറാണ് ബമ്പറിലും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് റിഫ്ലക്ടറും അതുപോലെ റിവേഴ്സ് ലൈറ്റ് നമുക്ക് രണ്ട് സൈഡിലും കിട്ടുന്നുണ്ട്. സാധാരണ നമ്മൾ ഒരു സൈഡിലാണ് പല വാഹനങ്ങൾക്കും കിട്ടാറുള്ളൂ. രണ്ട് സൈഡിൽ റിവേഴ്സ് ലൈറ്റും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് ക്യാമറ കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ, ഷാർക്ക് ഫിൻ ആൻറ്റർ അങ്ങനെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ് മറ്റൊരു ഫാക്ടർ. കാരണം കൂപ്പേ ലൈക്ക് ഡിസൈൻ ആകുമ്പോൾ ബൂട്ട് സ്പേസ് ഒരു കൺസേൺ ആണോ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമ്മൾ ബൂട്ട് തുറക്കുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ബൂട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് സ്വിച്ച് ഉണ്ട്. അത് കൂടാതെ നമുക്ക് കീയിൽ വേണമെങ്കിലും നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇനി ഇത് കൂടാതെ കീ നമ്മുടെ പോക്കറ്റിലുണ്ട് അല്ലെങ്കിൽ ബാഗിലുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കൺട്രോളിലും നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് ഭയങ്കര റെസ്പോൺസും തരുന്നുണ്ട്. നമ്മളങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാതെ കാല് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. 500 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് നമുക്കിപ്പോൾ ഈ വാഹനം നൽകുന്നുണ്ട്. അത് കൂടാതെ കുറച്ച് ലഗേജ് കൂടുതലുണ്ട്. ബാക്കിൽ ആളില്ലെങ്കിൽ നമുക്ക് 60-40 എന്നുള്ള രീതിയിൽ സെക്കൻഡ് റോ നമുക്ക് ഫോൾഡ് ചെയ്യാനും പറ്റും. അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 973 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് കിട്ടും. അത് 500 ഇതും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 473 അങ്ങനെ ടോട്ടലി 973 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അതും പോരാതെ നമുക്കിനിയിപ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിലും ജസ്റ്റ് കൺട്രോളിൽ ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാൻ പറ്റുന്നൊരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് കൺട്രോളിലാണ് ഇപ്പോൾ ക്ലോസ് ആയത്. ഇതൊന്നും കൂടാതെ ഒരു 11.7 ലിറ്ററിൻ്റെ ഒരു ഫ്രണ്ട് സ്പേസും കൂടെ ഇപ്പോൾ നമുക്ക് curve.ev കിട്ടുന്നുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ഏരിയ കൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സൗണ്ട് നിങ്ങൾ കേട്ടോ, ഒരു ഹമ്മിങ് സൗണ്ട്. ഇത് നമ്മൾ കേട്ടിരിക്കുന്നത് BMW ഇലക്ട്രിക് കാറുകളിലൊക്കെയാണ്. ആ ഒരു ഹമ്മിങ് സൗണ്ട് അതിപ്പോൾ ഒരു സേഫ്റ്റി ആസ്പെക്റ്റിൽ നോക്കുമ്പോഴും ആ ഒരു ഹമ്മിങ് സൗണ്ട് ഇപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും വേണമെന്നാണ് പറയുന്നത്. അപ്പം ഈ ഇലക്ട്രിക് കാർ ഭയങ്കര സൈലൻ്റ് ആയതുകൊണ്ട് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഒരു ഹമ്മിങ് സൗണ്ട് എപ്പോഴും എനിക്ക് തോന്നുന്നു 20 km/h വരെ വാഹനം മൂവ് ചെയ്യുന്ന ആ ഒരു സമയം വരെ ഈ ഒരു ഹമ്മിങ് സൗണ്ട് ഉണ്ടാവും. ഒരു രസമുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഒരു കീയും. ഇത് ടാറ്റയുടെ പുതിയ അല്ലെങ്കിൽ curve.ev കൊടുത്തിരിക്കുന്ന ടാറ്റയുടെ പുതിയ കീ ആണ്. ഈ കീ നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനമാണ്. ഓക്കെ, എന്താണെങ്കിലും നമുക്കിനി ഇൻറ്റീരിയർ കാണാം. ഇൻറ്റീരിയർ ഡിസൈൻ നമുക്ക് പരിചയമുള്ള ഡിസൈൻ തന്നെയാണ്. നെക്സോണിലും അല്ലെങ്കിൽ ഒരു പക്ഷേ പഞ്ചിലും ഹാരിയറിലും ഒക്കെ കാണുന്ന ആ ഒരു ഡിസൈൻ ലാംഗ്വേജാണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടി നമുക്ക് സിമിലാരിറ്റി നെക്സോണായിട്ട് തോന്നിയേക്കാം. അതുപോലെ ഈ ഒരു പാറ്റേൺ, അതുപോലെ ഈ ഒരു ഭാഗം, ഇതെല്ലാം നമ്മൾ കർവിൽ മാത്രം കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതുവരെ. അതുപോലെ തന്നെ ഒരു സ്ക്രീൻ, വലിയൊരു സ്ക്രീൻ 12.3 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. അതുപോലെ തന്നെ 10.25 ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൊടുത്തിട്ടുണ്ട്. പഴയ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ള പല കംപ്ലയിൻറ്റും നമ്മൾ നെക്സോണിലും അതുപോലെ പഞ്ചിലും എല്ലാം കണ്ടിരുന്നു. ആ സോഫ്റ്റ്വെയർ ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടാണ് curve.ev കൊണ്ടുവന്നത്. സോ ആ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂസ് എല്ലാം മാറിയിട്ടുണ്ടാവാനാണ് സാധ്യത. സ്റ്റിയറിംഗ് നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഇപ്പോഴുള്ള എല്ലാ ടാറ്റ വാഹനത്തിലും കാണുന്ന സ്റ്റിയറിംഗാണ്. ഹാരിയർ മുതൽ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് തന്നെ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ്, ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സ് ഇത് റീജനറേഷന് വേണ്ടിയിട്ടുള്ള പാഡൽ ഷിഫ്റ്റേഴ്സാണ്. 3 സ്റ്റെപ്പിൽ ഓഫ്, L1, L2, L3 എന്ന് പറയുന്ന 3 സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അത് റീജനറേഷന് വേണ്ടിയിട്ടാണ്. സെൻറ്റർ കൺസോൾ നമ്മൾ ബാക്കി വാഹനങ്ങൾ അല്ലെങ്കിൽ ടാറ്റയുടെ വാഹനങ്ങൾ കണ്ടിരിക്കുന്ന ആ ഒരു സെൻറ്റർ കൺസോളാണ്. ആ ടച്ച് സെൻസിറ്റീവ് സ്വിച്ചസ്, അതുപോലെ AC-യുടെ ബ്ലോവറും അതുപോലെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യാനുള്ള മാത്രം ഒരു ടോഗിൾ സ്റ്റൈലിൽ കൊടുത്തു. ബാക്കി എല്ലാം ടച്ച് സെൻസിറ്റീവ് ആണ്. ലോക്ക്, അൺലോക്ക്, 360 ഡിഗ്രി ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഫ്രണ്ടിലെ നമ്മുടെ പോർട്ട്, ചാർജിങ് പോർട്ട് അല്ലെങ്കിൽ ചാർജിങ് പോർട്ടിൻ്റെ കവർ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സ്വിച്ചും ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നു. സെൻറ്റർ കൺസോളിലെ ഗിയർ നോബ്, ടാറ്റയുടെ പുതിയ ഗിയർ നോബ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡ്രൈവ് മോഡ്സ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റോട്ടറി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഹോൾഡ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അതുപോലെ തന്നെ വയർലെസ് ചാർജർ, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ടാറ്റയുടെ വാഹനങ്ങൾ കണ്ടിരിക്കുന്നതിനാണ്. ഈ ഒരു ഭാഗത്ത് ഹാൻഡ് റെസ്റ്റും അവിടെ ഒരു സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് കംപ്ലീറ്റ്ലി ലെതർ സീറ്റാണ് വരുന്നത്. ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ കോ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 2 സീറ്റും നമുക്ക് വരുന്നത് വെന്റിലേറ്റഡ് സീറ്റോടുകൂടിയാണ് വരുന്നത്. എനിക്ക് നെക്സോണിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സീറ്റിൻ്റെ ആ ഒരു ബാക്ക് സൈഡ്, എൻ്റെ ഒരു ബാക്ക് അങ്ങ് ഫുള്ളായിട്ട് എത്തുന്നില്ല. ആ ഒരു ഡിസ്കംഫേർട്ട് എനിക്ക് സീറ്റിലുണ്ട്. ഇപ്പോൾ ഇത്രയും
പൊക്കം ഇച്ചിരി കുറഞ്ഞ ആളുകൾക്ക് വലിയ കുഴപ്പമുണ്ടാകാൻ വഴിയില്ല. പക്ഷേ ഹെഡ് റെസ്റ്റ് ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ബാക്ക് സപ്പോർട്ട് പകുതിക്ക് വെച്ച് നിൽക്കുന്നു. അത് ഞാൻ നേരത്തെ നെക്സോൺ ഡ്രൈവ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി ഒന്നും ആഡ് ചെയ്യാനില്ല എന്നുള്ളത് തന്നെ പറയണം. സൺറൂഫ് ഉണ്ട്, അതുപോലെ തന്നെ സൺറൂഫ് ഫുൾ ലെങ്ത് ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഒരു മൂഡ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മൂഡ് ലൈറ്റ് കിട്ടുന്നുണ്ട്. മ്യൂസിക്കിൻ്റെ ബീറ്റ്സ് അനുസരിച്ച് ആ മൂഡ് ലൈറ്റ് രാത്രി നല്ല ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കൺസേൺ ഒരു കൂപ്പേ ലൈക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഹെഡ് റൂമിൻ്റെ കാര്യത്തിലാണ്. പക്ഷേ ഇവിടെ ഒരു സ്കൂപ്പിംഗ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തല മുട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഫ്ലോർ റേസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ കാലൊരല്പം പൊങ്ങിയിരിക്കും. അണ്ടർ തൈ സപ്പോർട്ട് നമുക്കത് കാരണം സപ്പോർട്ട് നമ്മുടെ കാലിൽ കിട്ടില്ല, ഇങ്ങനെ പൊങ്ങിയിരിക്കേണ്ടി വരും. അത് റേസ്ഡ് ഫ്ലോർ ആയതുകൊണ്ടാണ്. ഫ്രണ്ടിൽ വരുമ്പോൾ അത്രയും പൊങ്ങിയിട്ടില്ല, ബാക്കിലേക്ക് വരുമ്പോൾ കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അതാണ് ഇതിൽ ആ ഒരു ബാക്കിലിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ സീറ്റിൻ്റെ ആ ഒരു പൊസിഷനിങ്, സീറ്റിൻ്റെ ഒരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നല്ലൊരു പൊസിഷനിലായിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സൺറൂഫിൻ്റെ ഈ ഒരു ഭാഗം ഇവിടം വരെ വരുന്നുണ്ട്. അത് ഫുള്ളായിട്ട് വരാതെ എനിക്ക് തോന്നുന്നു ഈ സ്കൂപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയായിരിക്കും, നമ്മുടെ തലയൊക്കെ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. സെൻറ്ററിൽ നമുക്കൊരു ആം റെസ്റ്റും കപ്പ് ഹോൾഡറും നൽകിയിട്ടുണ്ട്. ബാക്കിൽ ഒരു 45 വാട്ട്സിൻ്റെ ഒരു സി ടൈപ്പ് ചാർജിങ് സ്ലോട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലൊരു എയറിൻ്റെ ബ്ലോറും നൽകിയിട്ടുണ്ട്. സോ ഒരു കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ഫ്ലോർ പൊങ്ങിയത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്ക് സീറ്റ്. അപ്ഡേറ്റഡ് IRA.EVയിൽ ഇപ്പോൾ നമ്മുടെ ഫോണിൽ IRA.EV നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ നമ്മൾ നോർമലി നമുക്കൊരു EV വാഹനത്തിൽ കാണുന്ന പോലത്തെ ഒരു ആപ്പാണ് വരുന്നത്. എന്നാൽ ഇതിനകത്ത് എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. വെഹിക്കിളിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്നും അതുപോലെ ചാർജിൻ്റെ സ്റ്റേറ്റസ് എങ്ങനെയാണ്. ഇപ്പോൾ 93% ചാർജാണ് ഇതിനകത്ത് വരുന്നത്. 93%ൽ നമുക്ക് ഈക്കോ മോഡിൽ L3, അതായത് ഫുൾ റീജനറേഷൻ നടക്കുമ്പോൾ AC ഓൺ ചെയ്തിട്ട് ഇപ്പോൾ 396 കിട്ടുന്നത് 93%ലാണ്. സോ 420 റേഞ്ച് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇനിയിപ്പോൾ കുറേ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ആപ്പിൽ കിട്ടും. പക്ഷേ ഇപ്പോൾ ഈ അപ്ഡേറ്റഡ് വേർഷനിൽ വന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം, ഇതിനകത്തിപ്പം EV ചാർജിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫൈൻഡ് എ ചാർജിങ് പോയിന്റിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഉദയ്പൂരിലാണുള്ളത്. ഉദയ്പൂരിൽ നിന്ന് ഞാൻ മുംബൈക്ക് കൊടുക്കാം. മുംബൈ മഹാരാഷ്ട്ര. മുംബൈ കൊടുത്തിട്ട് റൂട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് പ്ലാനർ എന്ന് പറഞ്ഞൊരു സംഗതി വരും. അതിനകത്ത് നമുക്ക് മുംബൈയിൽ നിന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ ഈ റൂട്ടിൽ കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് നമുക്ക് തരും എന്നുള്ളതാണ്. നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോൾ എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, അതായത് നമ്മൾ ആ റൂട്ടിലെത്തുമ്പോൾ ഇപ്പോൾ ഇതിനകത്തൊരു ചാർജിങ് സ്റ്റേഷൻ നമുക്ക് സെലക്ട് ചെയ്തു. ജിയോ BP മൊബിലിറ്റി സ്റ്റേഷൻ പനോലി ഇൻഡസ്ട്രിയൽ ഏരിയ, അവിടെയാണ് ഒരു ചാർജിങ് സ്റ്റേഷൻ നമ്മൾ സെലക്ട് ചെയ്ത്. അവിടെ എത്താനായിട്ട് എത്ര ഡിസ്റ്റൻസ് എടുക്കും, 450 ഡിസ്റ്റൻസ്, 7 മണിക്കൂർ 9 മിനിറ്റ്സും അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ഏത് ചാർജിങ് സ്റ്റേഷൻ വേണമെങ്കിലും നമുക്ക് അത് സെലക്ട് ചെയ്യാനും പറ്റും. ആ ചാർജിങ് സ്റ്റേഷനിൽ എത്താനെടുക്കുന്ന ടൈം, ആ ചാർജിങ് സ്റ്റേഷനിൽ എത്തുമ്പോൾ എത്ര ചാർജ് ബാക്കി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് ലഭിക്കും. നമ്മുടെ ഡ്രൈവ് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന റേഞ്ചാണ് കാണിക്കുന്നത്. എല്ലാം ടോപ്പിൽ തന്നെ ഇട്ടിരിക്കുന്നത്. അതായത് സ്പോർട്ട് മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. സ്പോർട്ട് മോഡിൽ നോ റീജനറേഷൻ എന്ന രീതിയിലാണ് കിടക്കുന്നത്. 98% ആണ് നമുക്ക് ചാർജ് ഉള്ളത്. 363 കിലോമീറ്റേഴ്സ് റേഞ്ചാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് അത് സിറ്റി മോഡിലിടാം. സിറ്റി മോഡിലിടുമ്പോൾ 382 റേഞ്ചും ഈക്കോ മോഡിൽ 396 റേഞ്ചും 98% കാണിക്കുന്നുണ്ട് വിത്ത് AC ഓൺ. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുപോലെ തന്നെ റീജനറേഷൻ നമുക്ക് L1, L2, L3 എന്ന് പറയുന്ന 3 റീജനറേഷൻ മോഡിൽ കിട്ടും. അതിൽ L3ൽ റേഞ്ച് 98%, ഈക്കോ മോഡിൽ 424 കാണിക്കുന്നുണ്ട് റിയൽ ലൈഫ് റേഞ്ച്. അതുപോലെ തന്നെ L2ലാണെങ്കിൽ 480നും L1ലാണെങ്കിൽ 408ഉം. സോ നോർമലി നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ റേഞ്ച് വേണമെങ്കിൽ L3ൽ ഈക്കോ മോഡിൽ AC ഓൺ ആക്കിയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ 424 റേഞ്ച് കിട്ടും. AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 471 റേഞ്ച് കിട്ടും. IRA.EVയുടെ ഒരു അപ്ഡേഷനോടൊപ്പം തന്നെ ഒരുപാട് അപ്ഡേഷൻ ഇതിൻ്റെ ബാറ്ററിയിലും അതുപോലെ വാഹനത്തിലും അതിൻ്റെ ഡ്രൈവിലും എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആദ്യമേ ബാറ്ററി നോക്കാം. ബാറ്ററി 2 ബാറ്ററി പാക്കിലാണ് ഇപ്പോൾ
curve.ev വരുന്നത്. ഒന്ന് 45 kWh ബാറ്ററി പാക്കും 55 kWh ബാറ്ററി പാക്കും. അപ്പം നമ്മൾ ഡ്രൈവിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു റിയൽ ലൈഫിൽ വരുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവും. ആക്ച്വലി നമ്മളിപ്പോൾ ഉദയപൂരിലെ ഹൈവേയിലേക്ക് ഓടിക്കുമ്പോൾ ഈ രണ്ട് ബാറ്ററി പാക്കിൽ നമുക്ക് 55 kWh ആണ് നമുക്കിപ്പോൾ ഓടിക്കാൻ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. 55 kWh ബാറ്ററി പാക്കിൽ നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറയുന്നത് 167 HP പവറും 215 Nm ടോർക്കുമാണ് ഇതിനകത്ത് കിട്ടുന്നത്. പവറിൻ്റെ കാര്യത്തിൽ ഒരു പ്രോബ്ലം വരെ ഇലക്ട്രിക് കാർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്കൊരു കുറവും നമുക്ക് ഫീൽ ചെയ്യില്ല. നെക്സോൺ നമുക്ക് ഓടിച്ചപ്പോൾ ആണ് നമുക്ക് കുറച്ചൊരു ഭയങ്കര നെക്സോണിന് കിട്ടേണ്ട പവറിനേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ പവറെന്ന് ഫീൽ ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രോപ്പർ ഭയങ്കര ഒരു ലീനിയറായിട്ട് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫീലിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 167 HP പവർ ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ചാണ്. ഇതിൻ്റെ റേഞ്ച് കമ്പനി പറയുന്നത് 580 കിലോമീറ്റേഴ്സ് പെർ ഫുൾ ചാർജ് ആണ് പറയുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ അവരുടെ C75 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതിനകത്ത് 75, അതായത് ഇപ്പോൾ EV ഉപയോഗിക്കുന്ന ഒരു 75% ആളുകളുടെയും ഡ്രൈവിംഗ് സ്റ്റൈലും അവരുടെ സ്റ്റേറ്റസും എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവർ റേഞ്ച് പറയുന്നത്, റിയൽ ലൈഫ് റേഞ്ച് പറയുന്നത് 400 to 425 എന്നുള്ള റേഞ്ചിൽ കിട്ടും എന്നാണ് പറയുന്നത്. 55 kWh ബാറ്ററി പാക്കുള്ള curve.ev. എന്നാൽ എനിക്കിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പം ഏകദേശം ഒരു 420 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. സോ അത് 420 താഴെ നമ്മൾ ഇതിൻ്റെ ഫുൾ റീജനറേഷനിലും ഈക്കോ മോഡിലും AC ഓൺ ആക്കിയിട്ടിട്ട് AC ഉപയോഗിച്ച് ഈക്കോ മോഡിലും L3യിലും, അതായത് തേർഡ് റീജനറേഷൻ 3യിലേക്ക് ഇട്ട് കഴിയുമ്പം ഒരു സംശയവും വേണ്ട, 400 മുകളിൽ, ഒരു 400-നും 420-നും ഇടയിൽ എന്താണെങ്കിലും റേഞ്ച് കിട്ടും. ഇതിൻ്റെ പവർ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഈക്കോ മോഡിൽ ഇട്ടാൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് പവർ ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാൻ സ്പോർട്ട് മോഡിലാക്കി, പക്ഷെ തിരിച്ച് ഈക്കോയിലേക്ക് ഇട്ടു. കാരണം എന്താ വെച്ചാൽ നമ്മൾ നെക്സോൺ ഡ്രൈവ് ചെയ്ത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് നെക്സോൺ ഡ്രൈവ് ചെയ്ത സമയത്ത് ഉണ്ടായ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നെക്സോണിന് ആവശ്യമുള്ളതിലും കൂടുതൽ പവറാണ്. സോ ഒരുപാട് ഭയങ്കര ഒരു സ്റ്റേബിലിറ്റി പ്രോബ്ലം ഒക്കെ അന്ന് നമുക്ക് ഫീൽ ചെയ്തിരുന്നു. നെക്സോണിലേക്ക് വന്നപ്പോൾ ഒരു സഡൻ പവറായിരുന്നു. ഇലക്ട്രിക് കാറിന് സാധനം ഉള്ളതാണ്. അത് കൺട്രോൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു curve.ev വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ലീനിയർ പവർ ഭയങ്കര ലീനിയറായിട്ട് ക്ലൈംബ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ആക്സിലറേഷൻ കൊടുത്താലും ആ പവർ കയറുന്നത് ഭയങ്കര ലീനിയറാണ്. സോ ഒരു സഡൻ ഭയങ്കരമായിട്ട് ആ ഒരു കയ്യിൽ നിന്നൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു പവർ അല്ല വന്നിരിക്കുന്നത്. വളരെ ലീനിയറായിട്ട് ഗംഭീരമായിട്ട് തന്നെ ആ പവർ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ട് അക്രോസ് ദ ആക്സിലറേഷൻ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ 0 to 100 ആണ്, പെർഫോമൻസ് ആണ്. 0 to 100 എത്താൻ എടുക്കുന്ന ടൈം കമ്പനി പറയുന്നത് 8.3 സെക്കൻഡ്സ് ആണ്. പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 9 സെക്കൻഡ്സിലാണ് ഞാൻ 0 to 100 എത്തിയത്. അതും ഒട്ടും മോശമില്ലാത്തൊരു പെർഫോമൻസ് ആണ് ഈ വാഹനത്തിന് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 160 km/h ആണ് ടോപ്പ് സ്പീഡ് വരുന്നത്. ഞാൻ 140 വരെയൊക്കെ പോയി, ഒട്ടും പ്രശ്നങ്ങളില്ല. എനിക്ക് ഓവറോൾ ഡ്രൈവിൽ എനിക്കൊരു പ്രശ്നം അങ്ങ് കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. 3 ഡ്രൈവ് മോഡ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ഈക്കോയിലാണെങ്കിൽ പോലും പവറിന് ഒരു കുറവുമില്ല. എന്നാൽ അത് സിറ്റിയിലേക്കോ അല്ലെങ്കിൽ സിറ്റിയിലേക്ക് ഇട്ടാലും ആ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷെ സ്പോർട്ടിലേക്ക് ഇട്ടാൽ അപാരം, സൂപ്പർ, അടിപൊളിയാണ്. അത് ഈക്കോയിലിട്ടാലും സിറ്റിയിലിട്ടാലും എല്ലാം പവർ ഫീൽ ചെയ്യും. എന്നാലും സ്പോർട്ടിൽ ഇടുമ്പോൾ ഒരു പവർ കിട്ടുന്നത്, അത് പവർ ഡെലിവറി അമേസിങ്, അത് ഉഗ്രനായിട്ടുണ്ട്. അതും സഡൻ പവറാണ്, ഫുൾ ലീനിയർ. അത് ലോ എൻഡ് തൊട്ട് നമുക്ക് ഫുൾ പവറാണ് കിട്ടുന്നത്. അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹാൻഡ്ലിങ് ഇപ്പം നോക്കിയറിയാം. ഇപ്പോൾ ഈ വളവെല്ലാം റിയലി നൈസ്. ഇത് ഒരു ടെൻഷനും ഇല്ല, ഫുൾ കോൺഫിഡൻസിലാണ്. ഞാനിപ്പോൾ 100 km/h ഈ ടേൺ എടുക്കുന്നത്. അടിപൊളി, ഒരു പ്രശ്നവുമില്ല. സോ യു ഫീൽ വെരി കോൺഫിഡൻറ്റ്. അതിൻ്റെ ഒരു സഹായം കിട്ടുന്നത് ഇതിൻ്റെ സ്റ്റിയറിങ്ങും അതുപോലെ സസ്പെൻഷനും എല്ലാം ആണ്. സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ഒരു ലൈറ്റർ സൈഡിലല്ല, നിർത്തിയൊക്കെ തിരിക്കുമ്പോൾ നമുക്കൊരു ലൈറ്റർ ഫീൽ വരും. പക്ഷേ ഒരു ഹൈ സ്പീഡിൽ നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് ഗിവ്സ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. ആ ഒരു ഫീഡ്ബാക്കും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള സസ്പെൻഷനാണ്. സസ്പെൻഷൻ നോ ഡൗട്ട് ഭയങ്കര ഒരു നല്ല സസ്പെൻഷനാണ്. കാരണം ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഭയങ്കര മോശം വഴിയിലൂടെയാണ് പോകുന്നത്. ഞാൻ നിർത്തിയില്ല, കട്ടക്കട്ടക്കട്ടാ ചാടിച്ചാണ് വന്നത്, സോറി. പക്ഷേ അത് എനിക്ക് ഒട്ടും ഒരു ഡിസ്കംഫേർട്ട് എനിക്ക് ആ സസ്പെൻഷൻ ഫീൽ ചെയ്തില്ല. എനിക്കും ഡ്രൈവ് ചെയ്ത എനിക്കും കൂടെ ഇരുന്ന ആൾക്കും ഒന്നും ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തില്ല. സോ ഇൻ എവറി വേ ഡ്രൈവിൻ്റെ ഒരു ഹാൻഡ്ലിങ്, അതുപോലെ ഒരു ഡ്രൈവ് കംഫേർട്ട് എല്ലാം നന്നായിട്ട് തന്നെ എനിക്ക് curve.ev ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് റീജനറേഷൻ നമുക്ക് 4 സ്റ്റെപ്പിൽ ആക്ച്വലി റീജനറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പാരൽ ഷിഫ്റ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഓഫ്,
L1, L2, L3 അങ്ങനെ 3 സ്റ്റെപ്പിലാണ് റീജനറേഷൻ വരുന്നത്. L3 ഞാനിപ്പോൾ L2ലാണ്. ഓക്കെ, ലെറ്റ് മീ പുട്ട് ഇൻ L3. L3യിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫുൾ സ്റ്റോപ്പിലേക്ക്, ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നില്ല, L3യിലാണ്, റീജനറേഷനാണ്, ഫുൾ സ്റ്റോപ്പിലേക്ക് അത് ഏകദേശം വരുന്നുണ്ട്. സോ ഒരു സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് പോസിബിൾ ആണ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ L3യിലാണെങ്കിൽ, അതുപോലെ ഈക്കോയിലാണെങ്കിൽ, ഈക്കോയിലിട്ട് L3യിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല റേഞ്ചും കിട്ടുന്നുണ്ട്. AC ഓഫ് ചെയ്യേണ്ട കാര്യമേ വരുന്നില്ല, ഞാൻ AC ഓഫ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല റേഞ്ചും കിട്ടുന്നുണ്ട്. സോ ഓവറോൾ ഡ്രൈവ് എക്സ്പീരിയൻസ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് curve.ev വന്നപ്പോൾ ഉണ്ട്, ബാക്കിയുള്ള മോഡൽസായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ. സോ എനിക്കൊരു കുഴപ്പം പറയണമെങ്കിൽ ആകെ എനിക്ക് ഓൾ ഡ്രൈവിൽ ഞാനൊരു 100-200 കിലോമീറ്റർ ഇപ്പോൾ ഡ്രൈവ് ചെയ്തു. അതിനകത്ത് എനിക്ക് ആകെ ഫീൽ ചെയ്ത് എനിക്ക് സീറ്റിൻ്റെ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊഴിച്ച് വേറെ ഒന്നും എനിക്ക് ഒരു കുഴപ്പവും ഫീൽ ചെയ്തിട്ടില്ല. ലോവർ വേരിയൻറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് 45 kWh ബാറ്ററി പാക്ക് വെച്ചിട്ടാണ്. അതിൻ്റെ പവർ കമ്പനി പറയുന്നത് 150 HP പവറും 215 Nm ടോക്കാണ്. രണ്ട് വാഹനങ്ങൾക്ക് രണ്ട് ബാറ്ററി പാക്കുള്ള രണ്ടിനും ഒരേ ടോർക്ക് തന്നെയാണ്. പവറിൽ ചെറിയൊരു കുറവ് 45ലേക്ക് വരുമ്പോൾ ഉണ്ടാവും. അത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതിൻ്റെ റേഞ്ച് ആണെങ്കിലും വരുന്നത് 508 കിലോമീറ്റേഴ്സ് ആണ്, ഫുൾ റേഞ്ചിലാണ് അവർ കമ്പനി പറയുന്നത്. എന്നാൽ ഒരു റിയൽ ലൈഫിലൊരു 350 ഒക്കെ കിട്ടേണ്ടതാണ്. അത് ഞാൻ ഡ്രൈവ് ചെയ്തില്ല, 55 ആണ് ഞാൻ ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും 55-ൻ്റെതിന് റിയൽ ലൈഫിൽ 400+ റേഞ്ച് കിട്ടും. സേഫ്റ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ടാറ്റ അവരുടെ വാഹനങ്ങളിൽ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ തന്നെ പല സേഫ്റ്റി കാര്യങ്ങളും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ലെവൽ 2 അഡാസും വരുന്നുണ്ട്. ലെവൽ 2 അഡാസ് അല്ലെങ്കിൽ അഡാസിന് ഞാൻ ഭയങ്കര ഒരു ഫാനൊന്നും അല്ല എന്ന് ഞാൻ പല വീഡിയോസിലും പല വാഹനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം നമ്മുടെ വഴികളിൽ അതിനുള്ള അല്ലെങ്കിൽ നമ്മുടെ റോഡുകളിൽ അതിനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇതുപോലുള്ള ഹൈവേയിലൊക്കെ ഇപ്പം ലെയിൻ കീപ്പ് അസിസ്റ്റ് അല്ലെങ്കിൽ ലെയിൻ ഡിപ്പാച്ചർ വാർണിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് യൂസ്ഫുൾ ആണ് പല സിറ്റുവേഷനിലും. ഇപ്പോൾ ഇതിനകത്ത് അതിൻ്റെ റെസ്പോൺസ് ഗംഭീരമാണ്. ഒരു ചെറുതായിട്ട് നമ്മൾ ലെയിൻ വിട്ടുപോയാലും അത് കറക്റ്റ് ചെയ്യുകയും നമ്മളെ അലേർട്ട് ചെയ്യുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ഞാൻ പതുക്കെ ലെയിൻ കീപ്പ് മാറിയാലും വാഹനം അത് തന്നെത്താൻ അത് കറക്റ്റ് ചെയ്യുന്നുള്ളത് ഭയങ്കരമായിട്ട് അത് റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. ഞാൻ നമ്മുടെ വഴിയിൽ ഞാൻ ഒരു കൊളീഷൻ വാർണിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊളീഷൻ അസിസ്റ്റോ ഞാൻ ചെയ്യില്ല. കാരണം സഡൻ ബ്രേക്കൊക്കെ ആയിരിക്കും. അത് ഞാൻ ഓഫ് ചെയ്യും. അത് നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഈ സ്ക്രീനിൽ വരുന്നുണ്ട്. സോ അത് ഞാൻ ഓഫ് ചെയ്യും. ബാക്കി എല്ലാ കാര്യങ്ങളും അഡാസിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സേഫ്റ്റിയുടെ മറ്റൊരു കാര്യം, ഇതിനകത്ത് എവാസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരുന്നുണ്ട്. എവാസ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ആവാസ് എന്ന് പറയും. ആവാസ് എന്ന് പറയുന്നത് സൗണ്ടാണ്. ഞാൻ എക്സ്റ്റീരിയർ പറയുന്ന സമയത്ത് പറഞ്ഞു ഒരു ഹൗലിംഗ് നോയ്സ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ 20 km/h വരെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ഹൗലിംഗ്, ഒരു വളരെ എന്നുള്ളൊരു സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് സേഫ്റ്റിക്ക് വേണ്ടിയാണ്. കാരണം മിക്ക ഇലക്ട്രിക് വാഹനങ്ങളും വളരെ സൈലൻ്റ് ആണ്. അപ്പോൾ ആളുകളൊന്നും അറിയുന്നില്ല വാഹനം വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ചെറിയ സ്പീഡിൽ ആളുകളൊന്നും മാറില്ല റോഡിൽ നിന്ന്, ചെറിയ സ്പീഡിലാണെങ്കിൽ. അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മാൻഡറ്ററി ആക്കിയിരിക്കുന്ന ഒരു സാധനമാണ്, ഒരു സംഗതിയാണ്, അതൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് വരുന്നത്. അതും ഇപ്പോൾ ഇതിൽ curve.ev വരുന്നുണ്ട്. ഇനിയുള്ളതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യമാണ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ 2 ബാറ്ററി പാക്കാണ് വരുന്നത്. 55 kWh 45 kWh ബാറ്ററി പാക്കുള്ള curve.evs ആണ് വരുന്നത്. അതിൽ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് 55-ൻ്റെ ആണ്. അത് 55-ൻ്റെ ആണെങ്കിലും നമുക്ക് 70 kWh ബാറ്ററി അല്ലെങ്കിൽ ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോമൺ അല്ലെങ്കിൽ ഒരു കോമൺ ചാർജർ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് 70 kWh ഉണ്ടെങ്കിൽ 10 to 80% ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം വെറും 40 minutes ആയിരിക്കും. 40 minutes നമുക്കത് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 150 km ഡ്രൈവ് ചെയ്യേണ്ട ഒരു ചാർജ് നമുക്ക് 15 minutes ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 150 km ഡ്രൈവ് ചെയ്യാനും പറ്റും. സോ അങ്ങനെയുള്ള കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് ഇപ്പോൾ curve.ev വരുന്നുണ്ട്. ബേസിക്കലി ഇതിനകത്ത് 70 kWh വരെയുള്ള ചാർജേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. സാധാരണഗതിയിൽ ഞാൻ എൻ്റെ കൺക്ലൂഷൻ ഡ്രൈവിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ് തീർക്കാറാണ്. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചു ഒരു കൺക്ലൂഷനായിട്ട് തന്നെ പറയണമെന്ന്. കാരണം ടാറ്റ നമുക്കറിയാവുന്ന പോലെ വാഹനങ്ങൾ ഇറക്കി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നൊരു പരിപാടിയാണ് ടാറ്റയുടെ. എന്താണെങ്കിലും curve.ev വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തും ഇമ്പ്രൂവ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഡിസൈൻ മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ, ഒരു SUV കൂപ്പയുടെ ഡിസൈൻ വന്നിട്ടുണ്ട്. അത് ഇമ്പ്രസീവാണ്. രണ്ടാമത്തെ കാര്യം, ഒരുപാട് നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഡോറിൻ്റെ ഹാൻഡിലാണെങ്കിലും ഒരു ഫ്ലഷ് ഹാൻഡിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇൻറ്റീരിയറിലാണെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. കണക്റ്റഡ് കാർ ഫീച്ചേഴ്സിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ വിലയും
അങ്ങനെ ഭയങ്കരമായൊരു വിലയും കൊടുത്തിട്ടില്ല. സോ ഓവറോൾ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് എല്ലാ രീതിയിലും പുതിയ കർവിന് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവ് ഓൾസോ, അതിൻ്റെ ഹോൾ ഹാൻഡ്ലിംഗ് എല്ലാം. ഇനി ഇതൊന്നും അല്ലാതെ നമ്മളുടെ എല്ലാവരുടെയും ഒരു EV എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ അതിൻ്റെ റേഞ്ചിൻ്റെ കാര്യത്തിലാണ്. റേഞ്ചും 400 മുകളിൽ ഡെഫിനറ്റ്ലി ഒരു റിയൽ ലൈഫിൽ കിട്ടുന്നുണ്ട് ഈ വാഹനത്തിന്. സോ ഈ ഒരു EV വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് കാറിൻ്റെ ഒരു ഓപ്ഷനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തെറ്റില്ലാത്തൊരു ഓപ്ഷനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ടാറ്റ ഒരു കാര്യമുണ്ട്, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ആഫ്റ്റർ സെയിൽസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകണം ടാറ്റയ്ക്ക്. അങ്ങനെയാണെങ്കിലാണ് ഇതൊരു സക്സസ് മോഡലായിട്ട് മാറുകയുള്ളൂ.